ഇന്ന് ഞങ്ങളൊരു റിസോർട്ടിലാണ് കേട്ടോ ഉള്ളത്. റിവർ സ്റ്റോൺ വാലി എന്ന് പറയുന്ന റിസോർട്ടിൽ. ഇത് ആലക്കോട് മണക്കടവ് റൂട്ടിൽ വരുമ്പം വായിക്കമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ റിസോർട്ടുള്ളത്. ഇവിടെ കപ്പിളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന AC റൂമുകളും AC ഇല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല, അതായത് ഫ്രണ്ട്സുകളായിട്ട് വന്നാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും അതെല്ലാം അവർ അറേഞ്ച് ചെയ്ത് നമുക്ക് തരും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് ഞങ്ങൾ അവിടത്തേക്ക് എത്തിയത് കേട്ടോ. അവിടെ ഗൈഡായിട്ടുള്ള ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു വഴിയൊക്കെ, കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോവുക. അവിടെ ചെന്ന് കണ്ടപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഫീലായിരുന്നു അവിടെ ചെന്നപ്പോൾ. അത്രയും മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടവും ആ വലിയ വലിയ പാറകളും അതൊക്കെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പോകാൻ പറ്റുന്നവരൊക്കെ പോവുക, കാണുക, എല്ലാം ആസ്വദിക്കുക. അത്രയും നല്ല. നേരെ അക്കരെ കാണുന്നത് കർണാടക ഫോറസ്റ്റാണ് കേട്ടോ. ആ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല പളുങ്ക് പോലത്തെ വെള്ളം. ഇതിൻ്റെ ഈ പുഴ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിന് കുറച്ച് മേളിലായിട്ട് വേറെ കുറച്ച് നല്ല ആഴത്തിലുള്ളൊരു കയം പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കുറച്ചുകൂടെ ഇത് തുലാവർഷമായതുകൊണ്ട് വെള്ളം കൂടും കുറയും, അങ്ങനെയുള്ളത് കൊണ്ട് വട്ടത്തോണി ഇറക്കാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വട്ടത്തോണിയൊക്കെ ഇറക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് അത് കണ്ടാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇങ്ങനെ ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ വന്ന് കാണണം, പറഞ്ഞറിയിക്കാൻ പറ്റും. പാറയാണെങ്കിൽ ഭയങ്കര തെന്നലുള്ള പാറ, വെള്ളം ഇങ്ങനെ തെറിച്ച് അവിടെ നിന്ന് വീഴുന്ന വെള്ളം തെറിച്ചിട്ട് ആ പാറ എപ്പോഴും നനഞ്ഞ് കിടക്കും. അതുകൊണ്ട് തെന്നലാണ് ഭയങ്കര. ഹസ്ബൻഡ് പറയുന്നുണ്ട് അവിടെ തെന്നലാണ്, വീഴും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു. ആ ഒരു സ്റ്റെപ്പ് പോലെ അവർ ഏണി വെച്ചിട്ടുണ്ട്, അതുവഴി വേണം ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ. അപ്പുറത്തെ വഴി അവർ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇപ്പുറത്തെ ഈ ഒരു വഴി പുതിയതായിട്ടൊരു വഴി ആക്കിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ മോന് കയറാൻ പറ്റുന്നതിലൊക്കെ അവന് കയറി ആസ്വദിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വരുവായത്. പോകാൻ പറ്റുന്നവരൊക്കെ പോവുക, കാണുക, ആസ്വദിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.